കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും പാലക്കാട് മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയിലാണുള്ളത്. കാരണം അവർ പറയുന്നത് 5 അക്ക ഭൂരിപക്ഷം എന്നതിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് പറയുന്നു. അങ്ങനെയല്ല അവർ പ്രതീക്ഷിക്കേണ്ടത്. അവർ പ്രതീക്ഷ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? അവരങ്ങനെയാണ് പറയേണ്ടത്, അവരങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഫലം വരുമ്പോൾ മാത്രമേ ആ തിരിച്ചടി മനസ്സിലാവുള്ളൂ. ഏതായാലും പാലക്കാട് വിജയിക്കുന്ന ആദ്യം വിജയിക്കുന്ന മണ്ഡലങ്ങളൊന്നുമായി പാലക്കാട് ഉണ്ടാവും. ഇത് വോട്ടെണ്ണലിൻ്റെ അവർ എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അതൊന്നും അറിയില്ല എനിക്ക്. പാലക്കാട് വിജയിച്ചിട്ടുണ്ടാവും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ച് നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാവും ജനപ്രതിനിധിയായിട്ട്. റിസൾട്ടിൻ്റെ ടെൻഷനൊപ്പം ഗ്യാസിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടല്ലോ. റിസൾട്ടിൻ്റെ ഭാഗം എനിക്ക് ടെൻഷനേ ഇല്ല. കാരണം വോട്ടെടുപ്പിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ ഞാൻ നമ്മുടെ പാലക്കാടുമായി ഇടകിച്ചേർന്ന് എൻ്റെ ജീവിത ഉപാധിയുമായി ചേർന്നൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിലൊന്നും യാതൊരു വിധ ടെൻഷനും ഇല്ല. ഗ്യാസിൻ്റെ കാര്യത്തിൽ ടെൻഷനുണ്ട്. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനോപാധിയാണ് അവരുടെ. അപ്പോൾ അതിൽ വരുന്ന പ്രതിസന്ധി അതൊരു പ്രയാസം തന്നെയാണ്. ജയിക്കട്ടെ എന്നുള്ളതിനാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മറിച്ചാണ് ഒരു ഫലമെങ്കിൽ എങ്ങനെയായിരിക്കും പാലക്കാട്ടെ പ്രവർത്തനം? നമ്മൾ എന്താണെങ്കിലും പാലക്കാട് തന്നെയല്ലേ, ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. മറിച്ചാണെങ്കിലും ഇപ്പോൾ കാരണം നമ്മളെല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ആയിരിക്കും ഒരാളെ ജയിക്കുള്ളൂ. ആ പറഞ്ഞത് യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മൾ വിജയപ്രതീക്ഷയൊക്കെ വെക്കുമ്പോൾ തന്നെ അതും സംഭവിക്കാതൊന്നും ഇരിക്കില്ല. എന്ത് തന്നെയാണ് പാലക്കാടിൻ്റെ ആൾക്കാരോടൊപ്പം എന്നും ഉണ്ടാവും. ഇത്രയും കാലം അത് തന്നെയായിരുന്നു, ഇനിയും ഉണ്ടാവും. അതിലെ പദ്ധതികൾ മനസ്സിലുണ്ട്. ഞാൻ തന്നെ ഈ നമ്മുടെ ഒരു പാലക്കാടിനൊരു പച്ചക്കുട പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യും. നല്ലൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട വീഡിയോസിലൊക്കെ. അപ്പോൾ ആൾക്കാർക്കത് താല്പര്യമുണ്ട്, അത് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഒരുപാട് സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് ഫോൺ ചെയ്തിരുന്നു. ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും തരാം. പക്ഷെ മഴയൊന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആ പദ്ധതിക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ജൂൺ 15 അതിന് തുടക്കം കുറിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജയിച്ചാലും തോറ്റാലും പാലക്കാട് തന്നെ ഉണ്ടാകും. പാലക്കാട്ടുകാർക്ക് വേണ്ടിയുള്ള ചില പദ്ധതികൾ മനസ്സിലുണ്ട്. ആ പദ്ധതികളുമായി മുന്നോട്ട് പോകുക തന്നെയാണ് ലക്ഷ്യം. വിജയിച്ചാൽ MLA ആയി ഈ പദ്ധതികളെല്ലാം നടത്തും. അതല്ലെങ്കിൽ പാലക്കാട്ടുകാരനായി ഒരു പൊതുപ്രവർത്തനമായി തുടരുമെന്ന്. വിജയിച്ചാലും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സഹായം വേണം. വിജയിച്ചില്ലെങ്കിലും ചുറ്റുമുള്ള ആൾക്കാർ വിജയിച്ചാൽ ഒന്നുകൂടി സർക്കാർ സഹായം കുറച്ച് കൂടുതൽ കിട്ടും. വിജയിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി നിന്ന് ചെയ്യുക. നിങ്ങളടക്കം ഉണ്ടാവണം കേട്ടോ. പത്രക്കാരടക്കം അതിനകത്ത് ഉണ്ടാവണം.